ഞാൻ പറഞ്ഞ കല്ലരി അതിനെ കുറിച്ചല്ല. ഫസേറല്ലാഹു അമലക്കും റസൂൽ എന്ന ആയത്ത് മുഅ്മിനീങ്ങളെ റസൂലുള്ളാഹിനെ നബിയിൽ ഇറങ്ങിയ ആയത്ത് തന്നെയാണ്. ഫസേറല്ലാഹു അമലക്കും എന്നതിന്റെ അർത്ഥം ഉസ്താദേ, നിങ്ങൾ ആദ്യം പറഞ്ഞ് തൊട്ട മുകളിൽ ഇതിൻ്റെ തൊട്ട വോയിസ് എന്താണ് നിങ്ങളത്? നിങ്ങളെന്താ പറഞ്ഞ് മുശ്രിക്കുകൾക്ക് ഇറങ്ങിയ ആയത്ത് ഇതാ മുസ്ലിങ്ങളുടെ പേരിൽ കെട്ടിവെക്കുന്നു എന്നല്ല നിങ്ങൾ പറഞ്ഞ്. അതിനാ മറുപടി പറഞ്ഞ് ഇത് മുശ്രിക്കുകൾക്ക് ഇറങ്ങിയ ആയത്താണെങ്കിൽ ഞാൻ പിൻവലിച്ചു, എൻ്റെ വാക്ക് ഞാൻ പിൻവലിച്ചു എന്ന് പറഞ്ഞ് അതാണ്. നിങ്ങളിപ്പോൾ പറയുന്നത് ഇത് മുശ്രിക്കുകൾക്കല്ല, മുസ്ലിങ്ങൾക്കാണ്. ആ ശരി, എന്നാൽ എന്താ ആയത്തിൻ്റെ അർത്ഥം? ഫസേറല്ലാഹു അമലക്കും വറസൂലഹു വൽ മുഅ്മിനൂൻ. അതിനർത്ഥം നമുക്ക് കല്ലരിക്ക് അറിയില്ലേ? അത് അർത്ഥം വെച്ചാൽ എന്താ കിട്ടുക? അത് അർത്ഥം വെച്ചാൽ എന്താ കിട്ടുക? ഉസ്താദ് ഒന്ന് പറ. ഉസ്താദ് വെക്ക അർത്ഥം. റസൂൽ കാണില്ല എന്ന് പറഞ്ഞത് മുഅ്മിനീങ്ങൾ കാണില്ല എന്നാ? എന്താ അങ്ങനെ അർത്ഥം വെച്ചാല്? പിന്നെ എന്താ അർത്ഥം വെച്ചാൽ ഉസ്താദ് പറ, അർത്ഥം വെക്കാണ്ട് പോല്ല. ഫസയറല്ലാഹു അമലക്കും, അള്ളാഹു നിങ്ങളുടെ പണികൾ ചെയ്തികൾ കാണുന്നു അല്ലേ? അതെല്ലാ മുസ്ലിങ്ങളുടെ മാത്രം കുത്തകല്ല, ലോകത്തുള്ള മതവിശ്വാസികൾക്കൊക്കെ അറിയാം നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു കാണുന്നു എന്ന്. രണ്ടാമത് പറഞ്ഞു പറ. അല്ല, അങ്ങോട്ട് പോല്ല. പിന്നെ ഉള്ള എന്താണ്? റസൂലുഹു, അവൻ്റെ റസൂലും കാണുന്നു. അത് നിങ്ങൾ അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടില്ല. വഫാത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ കാണുന്നു എന്ന് ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടില്ല. അത് ഖുർആൻ ഓതിയിട്ട് കളവ് പറയുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് മറ്റുള്ളവർ ചെയ്തതൊന്നും റസൂൽ കണ്ടിട്ടില്ല. റസൂലിൻ്റെ മുമ്പിൽ കാണാൻ കിട്ടുന്നത് കാണുമെന്നല്ലാതെ എല്ലാ മനുഷ്യന്മാരും കാണുന്നത് പോലെ റസൂൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അപ്പുറമുള്ളത് അടുക്കളയിൽ നിന്ന് ഭാര്യമാർ ചെയ്യുന്നത് പോലും റസൂൽ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ ഉസ്താദെ വഫാത്തായ റസൂൽ കാണുക? പിന്നെ ഉള്ളത് മോമിനിങ്ങളും കാണും. നമ്മൾ ചെയ്യുന്ന പണിയൊക്കെ മോമിനിങ്ങൾ കാണും. അതാ ഞാൻ ചോദിച്ചത് വലിയമറെ, നിങ്ങളുടെ കൂട്ടത്തിൽ സമസ്തയിൽ ഏതെങ്കിലും ഒരു മോമിൻ ഉണ്ടോ? അപ്പോൾ ഇപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുമോ ഇല്ലേ എന്ന് പരീക്ഷിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു സംവിധാനമില്ല. നമ്മൾ ചെയ്യുന്നതൊക്കെ റസൂല് കാണും എന്ന് മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു സംവിധാനമില്ല. എന്നാൽ മോമിനിങ്ങൾ കാണും എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അത് കാണാൻ ഏറ്റവും എളുപ്പമാണ്, എല്ലാ സംവിധാനവും ഉണ്ട്. അതുകൊണ്ട് ഒരു മോമിൻ്റെ പേര് പറ. നമ്മൾ ചെയ്യുന്നതൊക്കെ മോമിന് കാണുമെന്ന് നോക്കാലോ. ഈ ദുനിയാവെന്ന് ഒരൊറ്റ മൊയിലാറും ഒരു മോമിനെയും കൊണ്ടുവരില്ല. കാരണം എന്താണെന്നോ, അതോടുകൂടി സംസ്ഥേൻ്റെ ആദർശം ഈ ആയത്തോതിയിട്ട് പെരുന്നുണ പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ പൊളിയും, പിന്നെ സംസ്ഥ ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരൊറ്റ മോമിനെ കൊണ്ടുവരില്ല. റസൂല് വഫാത്തായിപ്പോയി, പോട്ടെ, റസൂല് ജീവിച്ചിരിക്കുന്നില്ലല്ലോ. ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂല് കണ്ടിട്ടില്ല. പക്ഷെ മോമിനിങ്ങൾ കാണുമെന്ന് നിങ്ങൾ ആയത്ത് ഓതിയിട്ട് പറഞ്ഞല്ലോ. ഒരു മോമിനെ കൊണ്ട് ഒരൊറ്റ ഒരു മോമിൻ നിങ്ങളെ കൂട്ടത്തിലില്ല. ഇനി ബാക്കി പറ. യുദ്ധത്തിന് പറഞ്ഞല്ലോ, സാരിയാളിന്റെ ബാക്ക് കൂടി ശത്രുക്കൾ വന്നപ്പോൾ ആ ശത്രുക്കളെ മദീനത്ത് വെച്ചിട്ട് മെമ്പറിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. യാ സാരിയ അൽ ജബൽ പറഞ്ഞ്. ഈ ഹദീസ് കള്ള ഹദീസാണോ? ഉറപ്പായിട്ടും കള്ള ഹദീസാണത്. അത് കള്ള ഹദീസാ ഉസ്താദ്. എന്താ ഇങ്ങനെയൊക്കെ പഠിച്ചാൽ എങ്ങനെയൊക്കെ മരിച്ചു പോകണ്ടേ? താടി മുടിയൊക്കെ നേർച്ചല്ലേ നമ്മൾ മരിച്ചു പോണ്ടേ? അത് മരിച്ചു പോകേണ്ടിയ പേടി കൊണ്ടാ പറയുന്നത്. അത് കള്ള ഹദീസ, നിങ്ങളാരും അത് വിശ്വസിക്കരുത്. കെട്ടിയുണ്ടാക്കിയ ഹദീസ അത്. ഇതൊക്കെ ഇനി നന്നായിക്കൂടെ? ആക്കിബത്ത് നന്നാകണം, നമ്മൾ നല്ലോണം ശ്രമിക്കണം. ആക്കിബത്ത് നന്നാക്കാൻ വേണ്ടിയിട്ടാ മൊയിലേറെ നിങ്ങൾ ഈ അള്ളാൻ്റെ ആയത്തോതിയിട്ട് കളവ് പറയല്ല, ഇത്തരം കള്ള ഹദീസ് കൊണ്ടുപോയിട്ട് വായിക്കല്ല എന്ന് പറയുന്നത് മൊയിലന്മാരെ നിങ്ങളുടെ ആക്കിബത്ത് നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി അതാ നിങ്ങളോട് ചോദിക്കുന്നത്. ആയത്തോതിയിട്ട് അള്ളാൻ്റെ ആയത്തോതുക പെരുന്നോണ പറയുക. റസൂലും കാണും, ജീവിച്ചിരിക്കുന്ന റസൂൽ കണ്ടിട്ടില്ല. എന്നിട്ടാണ് വഫാത്തായ റസൂൽ കാണും, മോമിനിങ്ങൾ കാണും. മോമിനിങ്ങൾ കാണുമെങ്കിൽ ഒരു മോമിനെ കൊണ്ടുവന്നിട്ടൊന്ന് തെളിയിക്കണ്ടേ? ഇതാ ഈ മോമിന് കാണുന്നുണ്ട്. അള്ളാൻ്റെ ആയത്തോതിയിട്ട് കളവ് പറഞ്ഞാൽ മൊയിലന്മാരെ ഇങ്ങനെയാണ് കുടുങ്ങിപ്പോവാ. ബാക്കി അവിടെ റസൂല് കാണുമെന്ന ഈ ആയത്തിലില്ല മൊയിലേറെ. വഫാത്തായ റസൂല് കാണും എന്ന ഈ ആയത്തിലില്ല.
മോമിനിങ്ങൾ കാണും, നിങ്ങൾ ചെയ്യുന്ന പണിയൊക്കെ മോമിനിങ്ങൾ കാണും എന്ന ഈ ആയത്തിലില്ല. അള്ളാഹിൻ്റെ ആയത്ത് ഓതിയിട്ട് കളവ് പറയാറ്. ബാക്കി അതിന്റെ അർത്ഥം കിട്ടുക. ലാബന്തിലേക്ക് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു യാസാരി അൽ ജബൽ എന്ന് കേട്ടല്ലോ. അതെങ്ങനെ കേട്ടത്? അത് കേട്ടിക്കില്ല വലിയവരെ, അത് കള്ളാദീസ. കേട്ടു ഒന്ന് കള്ളാദീസ്, ഇസ്ലാമിൻ്റെ തൗഹീദ് തകർക്കാൻ വേണ്ടിയിട്ട് യഹൂദികൾ കെട്ടിയുണ്ടാക്കിയ കള്ളാദീസ. അതിനെ അള്ളാഹു കൊടുക്കുന്ന അകങ്കാഴ്ചയാണത്. അത് എല്ലാവർക്കും അള്ളാഹു കൊടുക്കും. അള്ളാഹുവിന് മുഅ്മിനീൻ ആളുകൾ കൊടുക്കും. നമുക്കൊന്നും കിട്ടൂല. നമുക്ക് കിട്ടാൻ കള്ളക്കഥ കൊണ്ടുവന്നിട്ട് അങ്ങനെയാ അള്ളാഹ് കൊടുക്കുക എന്നുള്ള അള്ളാഹിൻ്റെ പേരിൽ കളവ് പറയല്ല. നമ്മൾ അമൽ ചെയ്തില്ല. നമ്മളിങ്ങനെ വാദിട്ട് നടക്കല്ലേ. ഇവിടെ നമുക്ക് കിട്ടണേ. അങ്ങനത്തെ ഒരുപാട് മഹാന്മാരുണ്ടായിരുന്നു. ഇതൊക്കെ ഹദീസിലുള്ളതല്ലേ. ഒരുപാട് പണ്ഡിതന്മാർക്ക്, ഒരുപാട് സഹാബാക്കൾക്കൊക്കെ ഇത്തരം പിന്നെ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അറിവുകൾ അള്ളാഹു കൊടുത്തിന്. സാരിയ അൽ ജബൽ എന്ന വിളി ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചപ്പോൾ വിളി സാരിയ റളിയല്ലാഹു അൻഹു കേട്ട് പിന്നേക്ക് അങ്ങനെ ഒരു വിളിയും വിളിച്ചിട്ടില്ല, സാരിയെ കേൾക്കുകയും ചെയ്തില്ല. കളവറല്ല, കള്ള ഹദീസ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇസ്ലാമിൻ്റെ തൗഹീദ് തകർക്കാൻ വേണ്ടി ശ്രമിക്കല്ല. ബാക്കി പറ. നോക്കിയപ്പോൾ ശത്രുക്കൾ തന്നെ കണ്ടത് മുസ്ലിമിന്റെ ഹദീസല്ലത്, നിഷേധിക്കാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ അടിച്ച് നമ്മളെ അത് കള്ള ഹദീസ വലിയ അടിച്ച അങ്ങോട്ട് പറഞ്ഞിക്കാണ്ട് എന്തെങ്കിലും പറഞ്ഞ് ഇസ്ലാമിന് പുറത്തു പോണ വർത്താനം പറയുന്നത്. ഇത് ഇസ്ലാമൊന്ന് പുറത്തു പോകുന്നതല്ല, ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാനുള്ള ആയത്താണ്, ഹദീസാണ്. ഈ ഹദീസ് ഒരുത്തനും സ്വീകരിക്കരുത് എന്ന് ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുന്ന പറയേണ്ടതാണ്. ഇത് കള്ള ഹദീസാകുന്നു. മറ്റേത് ആയത്തോതിയിട്ട് വഫാത്തായ റസൂല് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മൂമിനീങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുക എന്ന് ഇബ്ലീസിൻ്റെ വാദം പറയല്ലോ ഉസ്താദേ. നമ്മളിപ്പോ ഞാൻ മുസ്ലിം എന്ന പേരുകൾ ഉള്ളതുകൊണ്ട് പറയാണ്, ഇസ്ലാമിന് പുറത്തുള്ള വർത്താൻ പറയരുത്. ഇത് ഇസ്ലാമിന്ന് പുറത്തു പോകുന്ന എല്ലാ മുസ്ലിയാക്കന്മാരെ നിങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനുള്ള വർത്താനാണ് ഈ പറയുന്നത്. വാദം പൂർത്തിയാക്കാം. വാദം ഒരാൾക്ക് എന്ത് ചെയ്യാൻ അറിയോ? എന്തും പറയാം, എന്തും പറയാം. നേരെ മറിച്ച് അത് മൊയ്ലിയമാർക്ക് എന്തും പറയാം. ആയത്തോതിയിട്ട് ഇപ്പം കണ്ടില്ലേ, 82, 85 മൊയ്ലിയാറല്ലേ ഈ ആയത്തോതിയിട്ട് വഫാത്തായ റസൂൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മൂമിനിങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെ പണിയൊക്കെ മൂമിനിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക എന്ന് അള്ളാഹിൻ്റെ ആയത്തോതിയിട്ട് പെരുന്നണ പറഞ്ഞ് ഇതിലുള്ള മൊയ്ലിയാർ തന്നെയല്ലേ, ഓറിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ബാക്കി അതിന് യഥാർത്ഥ വശമാണ് ചിന്തിക്കേണ്ടത്. ഒരാൾക്ക് വാദത്തിന് വേണ്ടി പറയാൻ വളരെ എളുപ്പമാണ്. അതായത് നേരത്തെ പറയും അത് മൊയ്ലിയന്മാർ വാദത്തിന് വേണ്ടി എന്തും പറയും. അള്ളാഹിൻ്റെ ആയത്ത് ഓതിയിട്ട് ഇതുപോലെ തോന്നിയ ദിവസം പറയും. മൊയ്ലിയന്മാർ ഓതുന്ന ആയത്തൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്ക്. ശംസുൽ ഉലമ വധു ശുഹദാക്കും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സ്വാദിഖീൻ എന്ന ആയത്ത് ഓതിയിട്ട് ശുഹദാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുക അള്ളാഹ് ഇത് പറയുന്നു എന്നർത്ഥം പറഞ്ഞ ആളല്ലേ. പസുൽ മന്നർസൽന എന്ന ആയത്തോതിട്ട് കമറുല്ലുലമ എന്താ പറഞ്ഞ് മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുക അള്ളാഹ് ഇത് പറയുന്നു. ഇവിടെ ഇപ്പം ഇമ്മൊയിലേർ ആയത്തോതിയിട്ട് എന്താ പറഞ്ഞ് ഫസയറല്ലാഹു അമലക്കും വ റസൂലുഹു വൽ മുഅ്മിനൂൻ, അള്ളാഹ് റസൂലും മുഅ്മിനീങ്ങളും നിങ്ങൾ ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അള്ളാഹിൻ്റെ ആയത്തോതിയിട്ട് എന്ത് തോന്നിയാസവും പറയാൻ മാത്രം മൊയിലേമാർ അധപതിച്ച് പോയിരിക്കുന്നു. അവരെ പറ്റിയാണ് ഖുർആൻ പറഞ്ഞ് ഒരുപടി ആൾക്കാർ ഖുർആൻ ഓതിയിട്ട് ലലാലത്തിലായി പോകും എന്ന്. ഒരുപാട് ആളുകൾ ഇതുകൊണ്ട് വഴിവേക്കും. അതെ, മൊയ്ലിയന്മാർ വഴിവഴിച്ചത് എങ്ങനെയാണെന്ന് ഇപ്പം ഞാൻ കാണിച്ചു തന്നില്ലേ. ഓരോ മൊയ്ലിയാറും ആയത്തോതിയിട്ട് എങ്ങനെയാണ് വഴിവഴിച്ചതെന്ന് കണ്ടല്ലോ. ഒരുപാട് ആളുകൾ സന്മാർഗത്തിലാന്ന് പറഞ്ഞത് അത് നമ്മൾ നല്ലോണം ആലോചിക്കണം. അതെ, ഞങ്ങളൊക്കെ സന്മാർഗത്തിലാണ്. ഒരു പിഴവും ഖുർആൻ ഓതിയിട്ട് പറയുന്നിടത്ത് ഞങ്ങൾക്കില്ല. എന്നാൽ മൊയ്ലിയന്മാർ ഓതുന്നതൊക്കെ പിഴവാണ്. അങ്ങനെയാണ് വഴിവഴിച്ചു പോയി മൊയ്ലിയന്മാരൊക്കെ. ബാക്കി ആരാണെന്ന് നോക്കണം. യുളില്ലു ബിഹി കസീറ ഞാനീ പറഞ്ഞ മൊയ്ലിയന്മാർ ശംസുൽ ഉലമ, കമറുൽ ഉലമ, താജുൽ ഉലമ, ഇപ്പം ഇതിലുള്ള 82, 85 ഉസ്താദ് ഇതുപോലുള്ള ആൾക്കാർ ആയത്തോത് വന്നിട്ട് പെരുന്നോണ പറയും. അവരാണ് വഴിപഴച്ചു പോയ ആൾക്കാർ. ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞത് ഫസൈറല്ലാഹു അമലക്കും റസൂൽ എന്ന ആയത്തിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മക്കാ മുശ്രിക്ക് വേണ്ടി ഇറങ്ങിയ ആയത്തുകൾ, അത് മക്കാ മുശ്രിക്കുകൾക്ക് വേണ്ടി ഇറങ്ങിയ ആയത്തുകളല്ല ഉസ്താദേ. അത് മക്കാ മുശ്രിക്കുകൾ പറയുന്ന വചനം അള്ളാഹു ഉദ്ധരിച്ചതാണ്. മാനഅബ്ദുഹും ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല. എന്തിന്?
ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാണ് അമ്പിയ ഔലിയാക്കന്മാർക്ക്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാം, ലാത്ത ഉസ്സ മനാത്ത പോലുള്ളവർക്ക് ഞങ്ങൾ നേർച്ചകളും വഴിപാടുകളും ഒക്കെ അർപ്പിക്കുന്നത് എന്തിനാണ്? അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ. എന്തിനാണ് അടുപ്പിക്കുന്നത്? ഞങ്ങൾ ഒരുപാട് ഹറാമിയത്തുകൾ, കള്ളു കുടിച്ച് വ്യഭിചരിച്ച് കൊള്ള നടത്തി ഇങ്ങനെ അള്ളയായിട്ട് ഞങ്ങൾ അകന്നുപോയി. അടുക്കാൻ ഒരു മാർഗമില്ല. അതിന് കണ്ടെത്തിയ ഒരു മാർഗമാണ്, മക്കാ മുശ്രിക്കുകൾ കണ്ടെത്തിയ മാർഗമാണ് അള്ളയായിട്ട് അടുത്തവർ മുഖേന അള്ളാഹുവിലേക്ക് അടുക്കുക എന്നത്. ഇത് മക്കാ മുശ്രിക്കുകളുടെ വാദം അള്ളാഹു ഉദ്ധരിച്ച, അല്ലാതെ അള്ളാഹു മക്കാ മുശ്രിക്കുകളെ പറ്റി പറഞ്ഞല്ല. മക്കാ മുശ്രിക്കുകളുടെ വാദം ഇതായിരുന്നു. ഇത് തന്നെയാണ് സമസ്തക്കാരും വാദിക്കുന്നത്. അള്ളയായിട്ട് അടുക്കാനുള്ള മാർഗം എന്താണ്? അള്ളയായിട്ട് അടുത്തവർ മുഖേന അടുക്കുക എന്നതാണ് സമസ്ത മുശ്രിക്കുകളുടെയും വാദം എന്നാണ് അതിൻ്റെ അർത്ഥം. ഉസ്താദേ, അസ്സലാമു അലൈക്കും.